മഴയ്ക്കിടയിൽ ഒരു ഗീതകം. നമസ്കാരം, ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ജീവിതം സാക്ഷി. ശാലിനിയുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളിലൂടെ നമുക്ക് കടന്നു പോവാം. രണ്ടു കുട്ടികളുടെ അമ്മയാണിവൾ. രാത്രിയും പകലും മരണഭയത്തോടെ കഴിയുന്നവൾ. ഒരു കത്തിമുനയിലോ ഭർത്താവിന്റെ കൈക്കുള്ളിലോ പിടഞ്ഞു തീരുമെന്ന് ഭയക്കുന്നവൾ. ആരും സഹായത്തിനില്ലാത്തവൾ. ഇപ്പോൾ 9 വർഷമായി. 9 വർഷമായോ? കണ്ട കൊച്ചു പെണ്ണിനെ പോലെ ഉണ്ടല്ലോ. എത്ര വയസ്സിലായിരുന്നു കല്യാണം? 25-ാമത്തെ വയസ്സിൽ. 25-ാമത്തെ വയസ്സിൽ. ഓഹോ ഹോ ഹോ, അത് ശരി. എത്ര പിള്ളേരുണ്ട്? 2 കുട്ടികളുണ്ട്. എത്ര വയസ്സ്? മോന് 6.5 വയസ്സും മോൾക്ക് 5 വയസ്സും. ഇപ്പോൾ പിരിഞ്ഞ് താമസിക്കുകയാണല്ലേ? എത്ര നാളായി? ഇപ്പം ഞാൻ പിണങ്ങി വന്നിട്ട് 3 മാസമേ ആയുള്ളൂ. 3 മാസം? 9 വർഷം. എന്താ ഇപ്പോൾ ഞാൻ വന്നിട്ട് വെച്ചാൽ പിന്നെയും പണ്ടും പോയിട്ടുണ്ടോ? പണ്ട് കല്യാണം കഴിഞ്ഞ നാൾ തൊട്ടേ പിണങ്ങി വീട്ടിൽ വരും. അണ്ണനുമായിട്ട് വഴക്കായി വീട്ടിൽ വരും. മാസം 30 ദിവസം ഉണ്ടെങ്കിൽ അതിൽ 20 ദിവസവും ഞാൻ എൻ്റെ വീട്ടിൽ, 10 ദിവസമേ ഉള്ളൂ അണ്ണൻ്റെ വീട്ടിൽ. 10 ദിവസം അങ്ങനെ പിണങ്ങി പോകുന്നത്? പിണങ്ങി പോകുന്ന പറഞ്ഞാൽ അവിടെ ചെന്ന വഴക്ക് അണ്ണന്. വഴക്കെന്ന് പറഞ്ഞാൽ ആദ്യം എൻ്റെ കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്ന് അണ്ണൻ്റെ ഇളയ പെങ്ങൾക്ക് സ്ത്രീധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണം നടത്തിയത്. ഇളയ പെങ്ങൾക്ക് ഫസ്റ്റ് മേടിച്ചു കൊടുക്കാൻ എൻ്റെ പൈസ ഞാൻ 1 ലക്ഷം രൂപ പറഞ്ഞ് 75,000 കൊടുത്ത്. അണ്ണൻ അതല്ല, ചേട്ടത്തിയുടെ ആഹാരം മതിയെന്ന് പറയും. അണ്ണൻ ചെന്ന് ചോദിച്ചു മേടിക്കുക, അല്ല ചെന്ന് എടുത്ത് കഴിക്കുക. ചേട്ടത്തിക്ക് എത്ര പിള്ളേരുണ്ട്? 2 കുട്ടികളുണ്ട്. അത് ഒരു സ്നേഹം കൊണ്ട് സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കും തോന്നുന്നു ചിലവർക്ക്. പക്ഷേ ഞാനത് അണ്ണനോട് ചോദിച്ച്, ഈ കല്യാണത്തിന് മുമ്പേ അണ്ണൻ എന്നെ ഫോൺ ചെയ്യുമായിരുന്നു. നിശ്ചയം കഴിഞ്ഞപ്പോൾ എന്നെ ഫോൺ ചെയ്യും. അന്നേരം എന്നോട് പറഞ്ഞായിരുന്നു, എനിക്ക് എൻ്റെ ചേട്ടത്തി കഴിഞ്ഞേ ഉള്ളൂ എല്ലാം, അനിതയൊക്കെ കഴിഞ്ഞേ ഉള്ളൂ എല്ലാം, അനിതയൊക്കെ പറയുന്നത് വാക്കുകളേ ഉള്ളൂ എനിക്ക് എന്നെല്ലാം പറഞ്ഞു. പക്ഷെ അന്ന് ഞാനത്ര കാര്യമാക്കിയില്ല. പിന്നെ വീട്ടിൽ വന്ന് ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഞാൻ കണ്ടിട്ടില്ല, നമ്മൾ എപ്പോഴും അവിടെ ഇല്ലയോ. അതിനകത്ത് ഞാൻ അവിടെ പോയത് കാരണം, ഒരു സ്നേഹം കൊണ്ട് പോയത് കാരണം തെറ്റായിട്ട് വിചാരിക്കരുത്. പക്ഷെ നിങ്ങളുടെ മനസ്സെനിക്ക് മനസ്സിലാവുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് വന്ന പുതിയതിലെ നിങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കും, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് തെറ്റായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ വിനോദണ്ണ ഓരോ ചെയ്തു കൊടുക്കുന്നുണ്ട്, നിങ്ങളെന്താ എനിക്ക് ചെയ്തു തരാത്തതെന്ന് ഇന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് വിനോദണ്ണന് ഞാനും കൂടെ എന്തോ ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് അണ്ണ എന്നെ സംശയിച്ച് അടിക്കുന്നത്. അതിൻ്റെ പേരിൽ എന്നെ അടിച്ച് അപ്പോഴും ഞാനങ്ങ് പിണങ്ങിപ്പോയി. പിന്നെ കണ്ടത്തിലെല്ലാം തെറ്റ് എന്നെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ പിണങ്ങി പോകാൻ നേരത്ത് പ്രഗ്നന്റ് ആയിരുന്നോ? അന്നേരം ഗർഭിണിയായിരുന്നു. അപ്പോഴാണോ ചവിട്ടിയത്? അന്നേരം അണ്ണ എന്നോട് പറഞ്ഞ, നീ പതിവ്രതയാണെങ്കിൽ നിനക്ക് ആദ്യം ഉണ്ടാവുന്ന കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കും. അപ്പോൾ പെൺകുഞ്ഞിനെ പ്രസവിക്കുന്നവരൊക്കെ എന്താ? അപ്പോൾ മോനെ പ്രസവിച്ച ഉടനെ ഞാൻ ചോദിച്ച്, പ്രസവിച്ച് എന്നെ പ്രസവ റൂമിൽ നിന്ന് വെളി കൊണ്ടുവന്ന ഉടനെ ഞാൻ അണ്ണനോട് ചോദിച്ച്, നാത്തൂനൊക്കെ പിണങ്ങി വീട്ടിൽ വന്നത് എന്തിനാ? നാത്തൂനും അവരുടെ വീട്ടിലും അങ്ങ് നാത്തൂനും അളിയനും കൂടെ അങ്ങ് വഴക്കായിരുന്നു. എൻ്റെ ഭാഗത്തല്ല വേറെ തെറ്റൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ എന്നെ വഴക്ക് പറയേണ്ട കാര്യമില്ലല്ലോ അവർക്ക്. അതിപ്പോൾ അതേപോലെ തന്നെ അവരുടെ വീട് പണിക്ക് കൊണ്ടുപോയപ്പോഴും ഇതേപോലെ ആയിരുന്നു. അപ്പോഴും അന്നേരം ഒന്നും എനിക്കറിയുന്നില്ല ഈ അളിയൻ്റെ പേരിലുള്ള സംശയം കൊണ്ടാണെന്ന്. പിന്നെ അവരിവിടെ സ്ഥിരതാമസമായപ്പോഴേ എനിക്കത് മനസ്സിലായത്. പിന്നെ ആദ്യം പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ പിന്നെ പേര് പറഞ്ഞ് ആളെ ചൂണ്ടി കാണിച്ചുകൊണ്ട് തന്നെ പറയാൻ പാടില്ലാത്ത വാക്കുകൾ രീതിയിൽ എന്നെ ഉപദ്രവിച്ചു, അളിയൻ്റെ പേരും പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആ പിണക്കം എല്ലാം ആയാൽ ഞാനിങ്ങ് വീട്ടിൽ വന്നത്. അങ്ങനെ വീട്ടിലുള്ള അച്ഛനും അമ്മയായിട്ടും എല്ലാം അടിയും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അയാളുടെ അച്ഛനമ്മയായിട്ട് ഞാൻ അന്നേരം ഞാൻ ഗർഭിണിയായിട്ട് ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിലായപ്പോൾ അച്ഛൻ എന്നെ അവിടെ കാണാൻ വന്നു, ആദ്യത്തെ കൊച്ചിനെ. അന്നേരം ഈ ചേച്ചിയൊക്കെ പിണങ്ങി വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനെ അടിച്ചിട്ടുണ്ട്. കുത്തിയോ? ഈ അടിയും വഴക്കുമായി ഈ വിറകിൻ്റെ കാര്യത്തിന് വിറക് പറക്കി അതേപോലെ പറക്കി കൊണ്ടുവന്ന് ചേച്ചിക്ക് കൊടുത്ത്. ഇത് ഞാൻ ചോദിച്ച്, ഈ വിറക് എല്ലാവരുടെ പറക്കി കൊണ്ടുവന്ന് കൊടുത്താൽ ഞാൻ എന്തോ വാരിയിട്ട് തീയിരിക്കും. അന്ന് ഭയങ്കര അമ്മ പോയി ചേച്ചിമാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ചേച്ചിയൊക്കെ വന്ന് എന്നെ എൻ്റെ അമ്മയും കൂടെ എടുത്തിട്ടടിച്ച്. അങ്ങനെ അടിയായി എപ്പോഴാണ് ഞാൻ വേണമെങ്കിൽ അങ്ങ് വീട്ടിൽ പോയത്. വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് നിന്നപ്പോഴാണ് ഈ അണ്ണൻ
ഞാൻ ചെന്ന് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാണ് അണ്ണൻ വീട്ടിൽ വന്ന്. അന്നേരം വീട്ടിൽ അമ്മയൊക്കെ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞ് അവൾ പോന്നെങ്കിൽ പോകട്ടടാ, നിനക്ക് പിന്നെ പാവുമ്പേലെങ്ങണ്ട ഒരു പെണ്ണ് ഭർത്താവ് മരിച്ച് നിൽപ്പുണ്ട്, നിനക്ക് അവളെ കെട്ടിക്കുക എന്ന് പറഞ്ഞ് എന്നോടുള്ള ബന്ധം ഒഴിഞ്ഞിട്ട് കെട്ടിച്ച് തരാമെന്ന് പറഞ്ഞു.